നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയാവാനുള്ള വടംവലി തുടരുകയാണ്. 3 പേരുടെയും ഇനിഷ്യലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. RC, KC, VD. 3 പേരും മുഖ്യമന്ത്രി കസേര തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇന്നോടുകൂടി ഇതേക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാവും. എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ പ്രഖ്യാപനം നാളത്തേക്ക് നീളും. AICC നിരീക്ഷകരായി എത്തിയ മുകുൾ വാസ്നിക്കും അജയ് മാക്കാനും AICC നേതൃത്വത്തോട് പറഞ്ഞത് ഇനി വൈകിപ്പിക്കരുത്, കേരളത്തിലെ അന്തരീക്ഷം വഷളാകുന്നുവെന്നാണ്. 3 പേരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നറിയാനുള്ള കൗതുകം എല്ലാവർക്കും ശക്തമാവുന്നു. എല്ലാവരും ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തിരിക്കുന്നു. UDFനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച 90% പേരും, അതെ 90% പേരും VD സതീശൻ മുഖ്യമന്ത്രിയാവണം എന്നാഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിസ്വാഭാവികമായി VDക്ക് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം VD തരംഗം ആഞ്ഞു വീശുകയാണ്. VDയാണ് മുമ്പിൽ നിന്ന് നയിച്ചത്, VDയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്, VDക്കാണ് തൻ്റെ ഇടം എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഈ തരംഗമുണ്ടായത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഏറ്റവും ആദ്യത്തെ കാരണം VD ആയിരുന്നു പ്രതിപക്ഷ നേതാവ്, VD ആയിരുന്നു മുന്നിൽ നിന്ന് നയിച്ചത്. മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ VD പല ഡയലോഗുകളും പല സാഹചര്യങ്ങളിലും ശക്തമായി പറഞ്ഞിട്ടുണ്ട്. പിണറായിയൊക്കെ പലവട്ടം വെല്ലുവിളിച്ചിട്ടുണ്ട്. നിയമസഭയിൽ VDയുടെ കത്തുന്ന പ്രകടനമായിരുന്നു. PV അൻവർ CPM വിട്ട് UDFിലേക്ക് വരുന്ന സമയത്ത് അതിശക്തമായ നിലപാടെടുത്തു. അൻവർ അത്രയും ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ മാസ് ഡയലോഗുകൾ. അങ്ങനെ ഒരു മുന്നണി പോരാളിയായി നിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പലരും പരിഗണിക്കാതെ പോകുന്നത് അൻവർ മാസ് ഡയലോഗ് അടിച്ച് പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും പിന്നീട് പിന്മാറിയെന്നതാണ്. ഉദാഹരണം PV അൻവറിൻ്റെ കാര്യം എടുക്കുക. PV അൻവറിനെ അകറ്റി നിർത്തിയിരുന്ന അൻവർ PV അൻവറിനോട് മന്ത്രിസ്ഥാനം പോലും വാഗ്ദാനം ചെയ്തത് നമ്മൾ പിന്നീട് കണ്ടു. ഇതൊക്കെ ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണമുണ്ടായി. 2, VDക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സോഷ്യൽ മീഡിയയെ ഭംഗിയായി ഉപയോഗിച്ചു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമോ ഫലം വന്നതിന് ശേഷമോ നടത്തിയതല്ല. കഴിഞ്ഞ കുറേ കാലമായി VDയിലേക്ക് പടിപടിയായി എത്തിക്കാനുള്ള വലിയ നീക്കം നടന്നിരുന്നു. വിമല ബിനു എന്നു പേരുള്ള ഒരു അഭിഭാഷക, അവരുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തതും അവരാണ് VD ജ്വരമുണ്ടാക്കിയത്, VDക്ക് അനുകൂലമായ പോസ്റ്ററുകൾ ഉണ്ടാക്കിയതുമൊക്കെ. മാത്രമല്ല ഇസ്ലാമിക പക്ഷം VDയോടൊപ്പം ചേരുകയാണ്. മുസ്ലിം ലീഗ് മാത്രമല്ല, ഒരു കടുത്ത ഇസ്ലാമിക പക്ഷം VDക്കൊപ്പം ചേരുകയാണ്. നമ്മൾ ആബിദ് അടിവാരത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശക്തമായ വർഗീയത പറയുന്ന ഇസ്ലാമിക പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അന്യമത വിദ്വേഷം വിളമ്പുന്നവരൊക്കെ VD ഇല്ലെങ്കിൽ കേരളം കത്തുമെന്ന തരത്തിലേക്ക് പ്രചരണം നടത്തും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമി പരസ്യമായി തന്നെ പറഞ്ഞു എല്ലാവരും തെരുവിലിറങ്ങണം. അത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും തീവ്ര ഇസ്ലാമിക എലമെൻറ്റുകളുമൊക്കെ VDക്ക് വേണ്ടി രംഗത്തുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു VD തരംഗം രൂപപ്പെടുന്നു. ഇത് എല്ലാവരും ഏറ്റെടുക്കുന്നു. വളരെ ആസൂത്രിതമായി VDക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇത് കാരണമായി. VD മുമ്പിൽ നിന്ന് നയിച്ച ആളാണ്. ഒപ്പം ഈ ഇസ്ലാമിക സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പിന്തുണ കൂടിയായപ്പോൾ VD ആർക്കും തള്ളാൻ കഴിയാത്ത നേതാവായി മാറുന്നു. VDക്ക് അനുകൂലമായി ഈ സാമൂഹിക അന്തരീക്ഷം മാറാൻ പ്രധാന കാരണം ജനം ഏറ്റവും അധികം വെറുക്കുന്ന വെള്ളാപ്പള്ളി VDയെ മുഖ്യമന്ത്രി ആക്കരുതേ എന്ന് പറഞ്ഞതാണ്. VDക്കെതിരെ ദീർഘകാലമായി പോരാടുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഇല്ല എന്നത് VDക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. മാത്രമല്ല സുകുമാരൻ നായർ പോലും VDയെ തള്ളിപ്പറഞ്ഞു. ഈ സാമുദായിക തള്ളിപ്പറയൽ വാസ്തവത്തിൽ VDക്ക് ഗുണം ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കും. ഇത്തരത്തിൽ ഒരു VD അനുകൂല അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു. ഇത് അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ്. ഇതിനെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. VDക്ക് എന്നാൽ വിനയാകുന്നത് അത് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ പോലും മുൾമുനയിൽ നിർത്തി പിടിച്ചു വാങ്ങാൻ വേണ്ടി VD ബോധപൂർവമായി ജനത്തെ ഇളക്കി വിടുന്നു എന്ന തോന്നലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അങ്ങനെ ഹൈക്കമാൻഡിനെ ഹൈജാക്ക് ചെയ്ത് നേടിയെടുക്കേണ്ടത് വിശ്വസിക്കുന്നവർ ദേശീയ നേതൃത്വത്തിലുണ്ട്. ഇവിടെ ഇനി രണ്ടാം ഭാഗം നമ്മൾ നോക്കുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ അനുകൂലമായിരിക്കുന്ന പ്രധാനപ്പെട്ട പല ഘടകങ്ങൾ. ഒന്ന്, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം KC വേണുഗോപാലാണ്. KCയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സംഘടനാ സെക്രട്ടറിയാണ് കഴിഞ്ഞ 6 വർഷമായി. KCയോട് സഹകരിക്കുന്നവരാണ് സകല നിരീക്ഷകരും. KCയാണ് മിക്ക സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ KC ആയിട്ടുള്ള ബന്ധമുണ്ട്. മാത്രമല്ല ഇവരിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് KCയുടെ മാറ്റം. KC അവിടെ നിന്ന് പോയാൽ ആ കസേരയിലേക്ക് അവരിൽ പലർക്കും ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് KC പോവട്ടെ എന്നുള്ള വിചാരം അവർക്കുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് MLA മാരുടെ പിന്തുണയാണ്. MLA മാരുടെ പിന്തുണ എങ്ങനെ KC ഉറപ്പാക്കിയെന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം സീറ്റ് നിർണ്ണയത്തിൽ ഏറ്റവും നിർണായകമായ റോള് KCക്കായിരുന്നു.
രമ്യ ഹരിദാസും പഴകളും മധുവും ഒക്കെ സ്ഥാനാർത്ഥികളായത് കെ സി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി പേരെ അവർക്ക് സ്ഥാനാർത്ഥികളാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കെ സി വേണുഗോപാൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു നിര തന്നെ ഉയർത്തിയെടുത്തു. മാത്രമല്ല കെ സിക്ക് ശക്തിയുള്ളതുകൊണ്ട്, കെ സിയുടെ നോട്ടപ്പുള്ളിയാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മറ്റു ഗ്രൂപ്പുകാരും മനസ്സുകൊണ്ട് കെ സി വേണുഗോപാലിനെ പിന്തുണച്ചു. പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി ഉണ്ടായിരുന്നു ഈ നിരീക്ഷക സംഘത്തിനൊപ്പം. ദീപാദാസ് മുൻഷിയും കെ സിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ നേരിട്ട് നിരീക്ഷകരോട് പറയുമ്പോഴും ഇത് കെ സിയുടെ അടുത്ത് എത്തുമെന്ന് അവർക്ക് ഉറപ്പായതുകൊണ്ട് കെ സിയോട് മനസ്സുകൊണ്ട് താല്പര്യമില്ലാത്തവർ പോലും കെ സിക്ക് അനുകൂലമായി പറഞ്ഞു. രഹസ്യമായൊരു വോട്ടെടുപ്പായിരുന്നു എന്ന് വെക്കുക. ഇപ്പോൾ ഈ MLA-മാർ 63 പേരോട് നിങ്ങൾ രഹസ്യമായി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ VD-ക്ക് കൂടുതൽ പിന്തുണ കിട്ടുമായിരുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ പിന്തുണ കിട്ടുമായിരുന്നു. ഇത് ഓരോരുത്തരെയും നേരിട്ട് കണ്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ കെ സിയെ തള്ളിപ്പറയാൻ MLA-മാർ പേടിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല പേരുകളും പലരെയും ഞെട്ടിക്കുന്നത്. നിഷ്പക്ഷൻ എന്ന് പറഞ്ഞിരുന്ന സന്ദീപ് വാര്യരും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വരെ കെ സിയെ പിന്തുണച്ചു എന്നത് മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെ സ്വന്തക്കാരൻ എന്ന് കരുതിയിരുന്ന, രമേശ് ചെന്നിത്തലയുടെ വക്താവ് എന്ന് കരുതിയിരുന്ന IC ബാലകൃഷ്ണൻ പോലും ചെന്നിത്തലയ്ക്കൊപ്പം കെ സിയുടെ പേര് വെച്ചു. ഇതൊരു സുരക്ഷിതമായ നീക്കമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 47-48 പേർ 63-ൽ 50-നടുത്ത ആളുകൾ കെ സിയെ പിന്തുണച്ചു. മാത്രമല്ല 10ഓളം ആളുകൾ ആരായാലും കുഴപ്പമില്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പറഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും VD സതീശന് വേണ്ടിയും നാമമാത്രമായ ആളുകൾ മാത്രമാണ് പറഞ്ഞത്. അതിനുള്ള ധൈര്യം കുറച്ചു പേർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് കണക്കെടുക്കുമ്പോൾ കെ സി വേണുഗോപാൽ മുമ്പിലെത്തുന്നു. ഈ ഹൈക്കമാൻഡിന് മുമ്പിലുള്ള 2 വിഷയമാണ്. ഒന്ന്, ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ പ്രകടനം നടത്തി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, വഴങ്ങാതിരിക്കുന്നു എന്ന ഒരു പേരുദോഷം VD സതീശനുണ്ടാവുന്നു. 2, ഭൂരിപക്ഷം MLA-മാരും പിന്തുണയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ കെ സിയോ VD-യോ എന്ന ചോദ്യത്തിൽ ദേശീയ നേതൃത്വം പറയുന്നത് കെ സി എന്നാണ്. കെ സിക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം കെ സി വെട്ടാൻ കഴിയുന്ന സാഹചര്യം അവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കെ സി വേണുഗോപാൽ തന്നെയാവും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക. എന്നാൽ ജനവികാരം ഇത്രയും ശക്തമായി നിൽക്കുമ്പോൾ അതിനെ അങ്ങനെ മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഒരു വശത്തെ, മറുവശത്ത് കെ സിയും VD-യും തമ്മിലുള്ള പോരിൽ നിശബ്ദനാകേണ്ടി വരുന്ന ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ എങ്ങനെ അവഗണിക്കാൻ കഴിയും എന്ന ചോദ്യം. രമേശ് ചെന്നിത്തല അങ്ങനെ പൂർണ്ണമായി അവഗണിക്കാൻ കഴിയില്ല. ഈ 2 പേരെക്കാൾ സീനിയറാണ്, ഈ 2 പേരെക്കാൾ രാഷ്ട്രീയ പരിചയമുണ്ട്, 2 പേരെക്കാൾ ഭരണപരിചയമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ അങ്ങനെ അവഗണിക്കാൻ കഴിയുമോ? അതൊരു ചോദ്യമായി ബാക്കി കിടക്കുന്നു. അതുകൊണ്ട് പല ഫോർമുലകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പാർട്ടിയെ ധിഖരിക്കാതെയുള്ള ശാന്തമായ ഒരു ഇടപെടലാണ് രമേശ് ചെന്നിത്തല അവിടെ നടത്തുന്നത്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിയിലെത്തിയത്. അർദ്ധരാത്രിയോടെയാണ്. VD സതീശൻ ഇന്നലെ 7:45-ന്റെ ഫ്ലൈറ്റിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പോയത്. എന്നാൽ അർദ്ധരാത്രിയോടുകൂടി എത്തി. ഇന്ന് രാവിലെ 10-11 മണിയോടുകൂടി ഇവരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കം ഈ സംഘവുമായി ചർച്ച നടത്തും. ഈ സംഘവുമായി ചർച്ച നടത്തി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് സംസാരിക്കും, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൊടുക്കും, പുതിയ ഫോർമുലകളെക്കുറിച്ച് സംസാരിക്കും. ഇത് ഇവരെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് മാത്രം പറ്റും, ആർക്കും വോയിസ് ഇല്ല. അപ്പൊ ഇവിടെ അപ്രതീക്ഷിതമായി മറ്റൊരു നീക്കം നടന്നു. ഘടകകക്ഷിയുടെ പിന്തുണ VD സതീശനായിരുന്നു. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ മാതിരി ജനപിന്തുണയാണ്. ഘടകകക്ഷികൾ VD സതീശനെ പിന്തുണച്ചു. എന്നാൽ ലീഗ് ഒഴികെ മറ്റൊരു ഘടകകക്ഷികൾക്കും വാശിയെ ഉണ്ടായിരുന്നു. തെരുവിൽ അവരൊന്നും ഇറങ്ങിയില്ല. PJ ജോസഫ് പ്രധാന ഘടകകക്ഷികൾ അവർ 2 പേരും ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങൾ ഇടപെടില്ല, എന്നാൽ ഇതിങ്ങ് വലിച്ചു നീട്ടരുത്, നാറ്റിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അവരുടെ താല്പര്യം, മുൻഗണന അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് VD സതീശൻ. അതിനപ്പുറത്തേക്ക് അവർക്ക് വാശിയില്ല. എന്നാൽ ലീഗ് ഇതിനിടയിൽ പ്രകോപിതരാവുകയും ലീഗ് അണികൾ തെരുവിലിറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലീഗിന് താല്പര്യം VD സതീശനാണ്. പക്ഷേ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളിലൂടെ ലീഗിനെ ഒതുക്കിയിരിക്കുന്നു. ലീഗിനെ ഒരു പ്രമുഖനായ വ്യവസായി കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കുന്നു, തങ്ങളെ വിളിക്കുന്നു, ഇതിൻ്റെ അകത്ത് ഇടപെടരുത്, ഇവിടെ കെ സി തന്നെ ആവട്ടെ എന്ന് നിർദ്ദേശിച്ചതോടെ ലീഗ് നേതൃത്വം പതിയെ വലിഞ്ഞിട്ടുണ്ട്. ലീഗ് നേതൃത്വം ഇപ്പോൾ കൃത്യമായി പറയുന്നു, ഞങ്ങൾക്കിതിലൊരു സേയുമില്ല, ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ, ആരാണേലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ലീഗ് മാറിക്കഴിഞ്ഞു. ഇതാണ് കെ സി വേണുഗോപാലിനെ അനുകൂലമായി ഇന്നുണ്ടായ ഒരു ഡെവലപ്മെന്റ്. ലീഗ് പൂർണ്ണമായും തന്നെ ഈ തർക്കത്തിന് പിന്മാറി. അത്ര ശക്തനായ ഒരു വ്യവസായിയുടെ ഇടപെടലാണ് കെ സി വേണുഗോപാലിന് വേണ്ടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സിയുടെ സാധ്യത വീണ്ടും വർദ്ധിച്ചു. ഇവിടെയാണ് ഫോർമുലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കെ സി വരുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. കെ സി ഇരിക്കൂറിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇരിക്കൂറിൽ കെ സിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. സോണി സെബാസ്റ്റ്യൻ എന്ന പ്രാദേശിക നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്ന് കണക്കാക്കിയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെ നിർദ്ദേശിച്ച് കെ സി ജോസഫിനെ പിന്മാറ്റിയപ്പോൾ സജി ജോസഫിനെ കെ സി കൊണ്ടുവന്നത് പോലും ഈ ലക്ഷ്യത്തോടെയായിരുന്നത്രേ.
അതുകൊണ്ട് തന്നെ സജി ജോസഫ് ഒഴിഞ്ഞു പോകും, അവിടെ മത്സരിക്കും. എത്ര എതിർപ്പുണ്ടെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. കാരണം ആരെ കൊണ്ട് നിർത്തിയാലും, ഏത് കുറ്റിച്ചൊല്ലിനെ കൊണ്ട് നിർത്തിയാലും UDF ജയിക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നതാണ്. ഒന്ന് തൃക്കാക്കരയാണ്, രണ്ടാമത്തേത് ഇരിക്കൂറാണ്. അതുകൊണ്ട് ഇരിക്കൂർ ജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ആലപ്പുഴയിലെ സ്ഥിതി അങ്ങനെ ആവണമെന്നില്ല. KC വേണുഗോപാൽ പിന്മാറിയാൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ BJP നടത്തുമെന്നും ശോഭാ സുരേന്ദ്രനെ കൊണ്ട് ജയിപ്പിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമാണ് രാഹുൽ ഗാന്ധി അലട്ടുന്നത്. 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതല്ല പ്രശ്നം. ആലപ്പുഴ BJPക്ക് കൊണ്ടുപോയാൽ അത് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കും കോൺഗ്രസിനെ എന്ന ആശങ്ക. അത് മാത്രമാണ് വാസ്തവത്തിൽ KCക്ക് എതിരായി നിൽക്കുന്ന ഒരു ഘടകം. മാത്രമല്ല, രമേശ് ചെന്നിത്തല എന്തു ചെയ്യും എന്നത് നിർണായകമായ ചോദ്യമാണ്. രമേശ് ചെന്നിത്തല വളരെ ആദരണീയനായ നേതാവാണ്. അദ്ദേഹം ഈ നാടകത്തിൽ ഒന്നും ഇതുവരെ പരസ്യ പ്രസ്ഥാനം നടത്തിയിട്ടില്ല, അച്ചടക്കം ലംഘിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനം 2021 മാറ്റുമ്പോൾ അദ്ദേഹം എതിർപ്പില്ലാതെ ശാന്തനായി മാറുന്നു. ശശി തരൂരിനെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ പ്രത്യേക ക്ഷണിതാവായി രമേശ് ചെന്നിത്തല ഒതുക്കിയപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. പക്ഷേ പാർട്ടിക്കെതിരെ നിലപാടെടുത്തില്ല. അച്ചടക്കമുള്ള പാർട്ടി നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പക്വതയെ അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു വാദം ശക്തമായി വരുന്നുണ്ട്. ചെന്നിത്തലയുടെ കീഴിൽ പ്രവർത്തിച്ച പലരും പല സംസ്ഥാനങ്ങളിൽ പല പാർട്ടികളിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, മമതാ ബാനർജി ഉൾപ്പെടെ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സെറ്റിൽമെന്റ് ആവശ്യമാണ്. പല നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അല്ല, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഉപമുഖ്യമന്ത്രി പദവിയും കൊടുത്താൽ VD സതീശൻ ഒതുങ്ങിയേക്കുമെന്നതാണ് ഒരു നിർദ്ദേശം. അതിന് KC തയ്യാറാണ്. എന്നാൽ അവിടെ 2 പ്രശ്നം ബാക്കിയാവുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല എന്തു ചെയ്യും? VD സതീശൻ ഉപമുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമാകുന്നു, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നു. ആ ഫോർമുലയ്ക്ക് VD സതീശൻ വഴങ്ങിയേക്കും. പക്ഷെ രമേശ് ചെന്നിത്തല എന്ത് ചെയ്യും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, VD സതീശൻ ഉപമുഖ്യമന്ത്രി ആകുമ്പോൾ 2ാം നമ്പർ കാർ VD സതീശന് കൊടുക്കേണ്ടി വരും. PK കുഞ്ഞാലിക്കുട്ടിയുടെ കാർ നമ്പർ 3 ആകും. മൂന്നാമനവൻ കുഞ്ഞാലിക്കുട്ടിയും ലീഗ് സമ്മതിക്കുമോ? അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും ഉപമുഖ്യമന്ത്രി പദവി കൊടുക്കേണ്ടി വരും. 2 ഉപമുഖ്യമന്ത്രിമാരെ നിയോഗിക്കേണ്ടി വരും. ഇതാണ് ആ ഒരു ഫോർമുലയുടെ ക്രൈസിസ്. ഇവിടെ രമേശ് ചെന്നിത്തലയിൽ തട്ടി നിൽക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ സെറ്റിലാവുന്നു. VD സതീശന് കീഴിൽ എന്തായാലും രമേശ് ചെന്നിത്തല പ്രവർത്തിക്കില്ല. എന്നാൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ VD സതീശൻ വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും VD സതീശൻ ധനകാര്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എന്ന ഫോർമുല അവർ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഒരു ധാരണ. അങ്ങനെയെങ്കിൽ KCയുടെ സാധ്യത വീണ്ടും കുറയും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ VD സതീശൻ സമ്മതിച്ചാൽ, VD ഉപമുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല കീഴിൽ പ്രവർത്തിക്കാൻ സമ്മതിച്ചാൽ തീർച്ചയായും പുതിയൊരു ഫോർമുലയായി മാറും. ഇത് KCക്ക് ക്ഷീണമാകും. കാരണം ഇവർ തമ്മിൽ സെറ്റിൽ ചെയ്താൽ KCയുടെ ആഗ്രഹത്തെ ബാധിക്കും. ഇത്തരം ഒരു ഫോർമുലയ്ക്കും ചിലർ ശ്രമിക്കുന്നുണ്ട്. VDയെയും RCയെയും ഒരുമിപ്പിക്കാനുള്ള നീക്കം ചിലർ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഫോർമുല രൂപപ്പെട്ടാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രതിസന്ധിയിലാകും. മാത്രമല്ല, ഇവരുടെയൊക്കെ മുകളിൽ ഒരു അധികാര കേന്ദ്രമുണ്ട്. ആവശ്യമില്ലാത്ത ഒന്നിലും ഇടപെടാത്ത അധികാര കേന്ദ്രം സോണിയാഗാന്ധി. രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒക്കെ തീരുമാനിച്ചാലും അവരുടെ മുകളിൽ അവസാന നിമിഷം ഒരു ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു അധികാര കേന്ദ്രമാണ്. സോണിയാഗാന്ധിക്ക് ഈ 3 പേരിൽ ഏറ്റവും പ്രിയം, സോണിയാഗാന്ധിക്ക് ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയോടാണ്. ഇങ്ങനെ ഒരു ഫോർമുലയുമായി വന്നാൽ, അതായത് VDയും രമേശും തമ്മിൽ ഒത്തുതീർപ്പിൽ സോണിയാഗാന്ധിയെ കാണുമെന്നും സോണിയാഗാന്ധി അതിൽ ഇടപെടുമെന്നും ആ ഫോർമുലയ്ക്ക് അംഗീകാരം കൊടുക്കുമെന്നും അത്തരമൊരു സാഹചര്യത്തിൽ KC പുറത്താകുമെന്നും മാത്രമാണ് സാധ്യത നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കം. എന്നാൽ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ ധാരണയിലെത്തിയാൽ ആ ധാരണ സോണിയാഗാന്ധി കയ്യൊപ്പോടുകൂടി പാസ്സാകുമെന്നും VDക്ക് പിന്മാറേണ്ടി വരും എന്നുമാണ് റിപ്പോർട്ട്. എന്തായാലും അവസാന നിമിഷം വരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സാധ്യത KC വേണുഗോപാലിന് തന്നെയാണ്. KC വേണുഗോപാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നു. എന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു ഫോർമുല ഉണ്ടാക്കിയാൽ ആ ഫോർമുല വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സോണിയയ്ക്ക് അതിനൊരു താല്പര്യമുണ്ടാവും. അതൊരു ഒത്തുതീർപ്പ് ഫോർമുലയായി മാറും. KC വേണുഗോപാലിന് മാറേണ്ടി വരും. അല്ലാതെ ഒരു സാധ്യതയുമില്ല. VD സതീശൻ മുഖ്യമന്ത്രിയാവുന്ന സാധ്യത തീരെയില്ല. VD സതീശന് മുമ്പിൽ ഉപമുഖ്യമന്ത്രി പദവിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒന്നെങ്കിൽ KC അല്ലെങ്കിൽ RC എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. VD സതീശൻ പൂർണ്ണമായും നിഷ്കാസിതനാവുന്നു. വിട്ടുനിൽക്കണം എന്നുള്ള നിർദ്ദേശം പലരും മുമ്പോട്ട് വെച്ചു. എന്നാൽ അത് അപകടമാണ് എന്ന് VD സതീശനും അറിയാം. കോൺഗ്രസ് പാർട്ടിക്ക് ഇഷ്ടം പോലെ ഭൂരിപക്ഷമുണ്ട്. ഒറ്റയ്ക്ക് നിന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിഷ്കാസിതനാവും എന്നതുകൊണ്ട് താനല്ല മുഖ്യമന്ത്രിയെങ്കിൽ വിട്ടുനിൽക്കുമെന്ന് VD സതീശൻ പറയുന്നുണ്ടെങ്കിലും VD അങ്ങനെ ചെയ്യില്ല എന്നാണ് കണക്കാക്കുന്നത്. അറിയേണ്ടത് VD സതീശൻ ആരുടെ കൂടെ ഉപമുഖ്യമന്ത്രിയാവും എന്നതാണ്. KCയുടെ കൂടിയാണെങ്കിൽ RCയുടെ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം, ഒരു തലവേദനയായി മാറും. അതേസമയം RCയുടെ കൂടിയാണെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാവും. ഔട്ടാവുന്നത് KC ആയിരിക്കും. എന്തായാലും ഇന്ന് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപനവും ഉണ്ടാവും.